വസ്തുതകൾ മറച്ചുവെച്ച് DGP നിയമനം വിവാദമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. DGP നിയമനത്തിൽ പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പിന്റെ പ്രധാന ഉത്തരവാദി റവാഡ ചന്ദ്രശേഖർ ആണെന്ന ആരോപണം CPIM ഒരു കാലത്തും ഉന്നയിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. DGP നിയമനത്തിൽ പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിനില്ല. 2006 പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെയും 2018 സെൻകുമാർ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള കേസിലെയും സുപ്രീം കോടതി വിധികളെ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ DGP നിയമനം നടക്കുന്നത്. സംസ്ഥാന സർക്കാർ കൈമാറുന്ന 30 വർഷം സർവീസ് ഉള്ളവരുടെ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന UPSC അംഗം അധ്യക്ഷനായ സമിതിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. ഇതുപ്രകാരം ലഭിച്ച നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരുൾപ്പെട്ട പട്ടികയിൽ നിന്നും മറ്റു മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ചാണ് റവാഡ ചന്ദ്രശേഖറിനെ DGP ആയി നിയമിച്ചത്. DGP നിയമനത്തെ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ചേർത്തും പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് 2 ദിവസം മുൻപ് മാത്രമാണ് റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയി ചുമതലയേൽക്കുന്നത്. IPS ലഭിച്ചതിന് ശേഷമുള്ള ആദ്യ നിയമനം. കൂത്തുപറമ്പ് സംഭവം അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷൻ റവാഡയ്ക്ക് വെടിവെപ്പിൽ മുഖ്യ പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല. DYSP ഹക്കീം ബത്തേരി, ഡെപ്യൂട്ടി കളക്ടർ PP ആന്റണി എന്നിവരാണ് പ്രധാന ഉത്തരവാദികളെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. പിന്നീട് ഹൈക്കോടതിയും റവാഡ ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കി. കൂത്തുപറമ്പ് വെടിവെപ്പിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ഹക്കീം ബത്തേരിയും TT ആന്റണിയുമാണ് പ്രധാന ഉത്തരവാദികളെന്നുമാണ് അന്നും ഇന്നും CPIM നിലപാട്. പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ പറയുന്ന കാര്യം, അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പറ്റാവുന്നവരെ ഹക്കീം ബത്തേരി തന്നെ റിക്രൂട്ട് ചെയ്ത് മന്ത്രിയുടെ കൂടെ ഒരു പ്രത്യേക സംഘത്തെ കൊണ്ടുവന്ന് ആ സംഘം അവിടെ എത്തിയ ഉടനെ തന്നെ ലാത്തിച്ചാർജ് ആരംഭിക്കുക. അതിനെ തുടർന്നാണ് വെടിവെപ്പുണ്ടാകുന്നത്. ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് പങ്കാളിയായി എന്ന് ഒരു വിധത്തിലും പറയാനും കഴിയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അപ്പോൾ ഇപ്പം വളരെ ഈ കാര്യത്തെ വെച്ചുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു വാർത്തക്ക് പോലും പ്രസക്തിയില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിച്ച് കളയാമെന്നുള്ളൊരു മനോഭാവത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. മുൻ ഇടത് സർക്കാരുകളുടെ കാലത്ത് റവാഡ ചന്ദ്രശേഖരനെ മലപ്പുറം SP, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയ പ്രധാന പദവികളിൽ നിയമിച്ചിരുന്നു. ആ സമയത്തൊന്നും ഉണ്ടാകാത്ത വിവാദം ഇപ്പോഴുണ്ടായതിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും കൃത്യമായ അജണ്ടയുണ്ട്. CPIM അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും CPIM നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ.